നമസ്കാരം. ചിലരുടെ മഹത്വം അറിയാം. നമുക്ക് വൈകും. എനിക്കൊരുപാട് അങ്ങനെ വൈകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഷീനിച്ചേട്ടൻ മരിച്ചു. പെട്ടെന്ന് വാർത്ത സ്പ്രെഡാവുമല്ലോ. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായിയും CPM സംസ്ഥാന സെക്രട്ടറി ഗൗതം മാഷും മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും തുടങ്ങി സിനിമാ രംഗം ആകപ്പാടെ ഓടിയെത്തി. ഇവിടെ ശ്രീനിവാസൻ നിരവധി നല്ല വേഷങ്ങൾ നൽകിയ ഒരു നടനെ പ്രതീക്ഷിച്ചു പലരും. പക്ഷെ വന്നില്ല. ഈ പ്രതീക്ഷിക്കാൻ പോകണം എന്തിനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജീവിതത്തിൽ നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന മഹാനടന് ക്യാമറയുടെ മുന്നിൽ ഈ പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഓസ്കർ അവാർഡ് സത്യമായിട്ട് കിട്ടിയേനെ. എനിക്ക് പകയുള്ളതുകൊണ്ടൊന്നും ഞാൻ പറയല്ല. ജീവിതത്തിൽ നന്നായിട്ട് അഭിനയിക്കും. അവിടെയാണ് ഒരു കലാകാരൻ്റെ സത്യസന്ധത നാം അറിയുന്നത്. തമിഴ് നടൻ പാർത്ഥിപനാണ് ഞാൻ ഈ പറഞ്ഞ കഥാപുരുഷൻ. 8:40 വിമാനം പിടിക്കാനുള്ള മദ്രാസിലെ മീനമ്പക്കം വിമാനം പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ മരണത്തെ മുഖാമുഖം കണ്ടു പാർത്ഥിപൻ 4 തവണ. എനിക്ക് തോന്നുന്നു ശരവേഗത്തിൽ ബെൻസ് കാറാണ്. ഓടിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമായിരിക്കാം. എവിടെയൊക്കെ കൊണ്ട് ചാരാനോ ഇടിക്കാനൊക്കെ പോയി. ദുബായിലേക്ക് ഷീനിച്ചേട്ടൻ മരിച്ചതിൻ്റെ അന്ന് പോകാനിരിക്കുകയായിരുന്നു. ടിക്കറ്റ് എല്ലാം എടുത്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ എന്തോ പ്രോഗ്രാം. അത് നടന്നില്ല. അത് വേണ്ടാന്ന് വെച്ചു. എത്ര നഷ്ടം വന്നാലും അങ്ങോട്ട് പോകണില്ലാന്ന് തീരുമാനിച്ചു. മദ്രാശിയിൽ നിന്ന് എറണാകുളത്തേക്ക് വിമാനത്തിന് ടിക്കറ്റും ഇല്ല. യോധോ ഉദ്യോഗസ്ഥൻ്റെ പേഴ്സണൽ ടിക്കറ്റ്, അയാൾ യാത്ര ചെയ്യാനായിട്ട് മാറ്റിവെച്ച ടിക്കറ്റ് പാർത്ഥിപന് നൽകി. അങ്ങനെയാണ് അദ്ദേഹത്തിന് എറണാകുളത്ത് എത്താൻ പറ്റിയത്. യാത്ര മാറ്റിവെച്ച് അങ്ങനെ സീറ്റ് നൽകുമെന്ന് പറഞ്ഞാൽ അപൂർവം പേരെ അതും ചെയ്യുള്ളൂ. വലിയ മനസ്സുള്ളൊരു ഉദ്യോഗസ്ഥനായിരിക്കാം. അധികമാരും എറണാകുളത്ത് പാർത്ഥിപനെ തിരിച്ചറിഞ്ഞില്ല. കാരണം സിനിമയുടെ പളവളപ്പോ കൂടെ ഒരു 10 ഇറത്തോ ഒന്നും ഇല്ലല്ലോ. ഒരു കൂളിംഗ് ഗ്ലാസ്സാണ് ആകപ്പാടെ. പാർത്ഥിപൻ്റെ കറുത്ത ഡ്രസ്സും അല്ലെങ്കിൽ കറുത്ത നിറവും ഒക്കെ ആയിട്ട് കറുത്ത കൂളിംഗ് ഗ്ലാസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ആരും മനസ്സിലാക്കില്ല, എന്നെ തിരിച്ചറിയില്ല എന്നാണ് പാർത്ഥിപൻ കരുതിയത്. തൻ്റെ യാത്ര ഒരു നിയോഗമാണെന്ന് പാർത്ഥിപൻ പറയുന്നു. രാത്രി 7:55 തൻ്റെ ബെൻസ് സ്വയം ഓടിച്ച് എയർപോർട്ടിലെത്തി. ഈ യാത്രയിലാണ് 4 അപകടങ്ങൾ വഴിമാറിയത്. 8:40 എയർപോർട്ടിലെത്തി. 8:50 ഫ്ലൈറ്റാണ്. ടിക്കറ്റില്ല. ഇൻഡിഗോ മാനേജരോട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിവിടാൻ പാർത്ഥിപൻ കെഞ്ചും പോലെ പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ പൈലറ്റ് സീറ്റിൽ അദ്ദേഹത്തിൻ്റെ മടിയിൽ വേണമെങ്കിൽ ഇരുന്നോളാം, അല്ലെങ്കിൽ അര സീറ്റ് തന്നാൽ ഞാൻ അവിടെ വേണമെങ്കിൽ ഇരുന്നോളാം എന്നും പകുതി തമാശയും പകുതി കാര്യമായിട്ട് പറഞ്ഞു. 9:25 തൻ്റെ സീറ്റ് ഇൻഡിഗോയുടെ ഉദ്യോഗസ്ഥന് ഒഴിഞ്ഞു കൊടുത്തു. രാത്രി 11 വിമാനം കൊച്ചിയിലെത്തി. 11 വിമാനം കൊച്ചിയിലെത്തി എങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ല. ശ്രീനിവാസൻ്റെ വീട് ഈ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നോ നെടുമ്പാശ്ശേരി എവിടെയാണെന്നോ ഒന്നും അറിയില്ലല്ലോ. തൃപ്പൂണിത്തുറ വരെ ഒരു കാർ പിടിച്ച് പോയിട്ട് ഒരു ചെറിയ ഹോട്ടലിൽ റൂം കിട്ടി. വലിയ താരമാണെന്നൊന്നും അദ്ദേഹം, അല്ലെങ്കിൽ വലിയ സംവിധായകനാണ് എന്നൊന്നും പറയാൻ പോയില്ല. ഈ സമയം ദുബായിൽ എത്തേണ്ടതാണ്. എല്ലാം എൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസ സാറിനായി ഞാൻ റദ്ദ് ചെയ്തു എന്നാണ് പാർത്ഥിപൻ പറയുന്നത്. രാവിലെ ഒരു പിടി മുല്ലപ്പൂവും വാങ്ങി ഷീനിച്ചേട്ടൻ്റെ വീട് തേടി പാർത്ഥിപൻ പോയി. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എല്ലാവരും എന്താ പറയുക അവിടെ ഉണ്ട്. അവരാരും മനസ്സിലേക്ക് കയറിയതേ ഇല്ല പാർത്ഥിപൻ്റെ. ഷീനി സാർ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പൂക്കൾ അദ്ദേഹത്തിന് നൽകി ഷീനിച്ചേട്ടൻ്റെ പാതാരബന്ധങ്ങളിൽ വച്ചിരിക്കാം. എനിക്ക് മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമ കണ്ട കാലം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകരാണ്. നിങ്ങളൊരു മാന്യനും ഹൃദയമുള്ളവനുമാണെന്ന് ഷീനിച്ചേട്ടനെ കാണാൻ വേണ്ടി നിങ്ങൾ കാണിച്ച വെപ്രാളവും ഇല്ലാത്ത ടിക്കറ്റ് കയറി വരാനായിട്ട് പോയ ധൈര്യവും ഒക്കെ കൂടെ ആലോചിക്കുമ്പോൾ എനിക്ക് ആ പ്രവൃത്തി തെളിയിക്കുന്നു നിങ്ങളൊരു മാന്യനാണെന്ന്. ഞങ്ങളുടെ ഇവിടെ കുറേ കപടമുഖങ്ങളുണ്ട്. കൂടുതലും അത്തരക്കാരാണെന്ന് പറയാം. നോക്കിക്കോളൂ, ഏറ്റവും അടുത്ത സമയത്ത് ഒരുത്തൻ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങും. ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഒരു കോളേജ് അഡ്മിഷന് വേണ്ടി അന്റാർട്ടിക്കയിലായിരുന്നു എന്ന് കള്ളം പറയും. കള്ളം പറയാൻ യാതൊരു മടിയില്ലാത്ത, പുളുവടിക്കാൻ ഒരു മടിയില്ലാത്ത മാന്യനാണ് അയാൾ. നോക്കിക്കോളൂ, വിമല ടീച്ചറിനോടും ധ്യാനിനോടും വിനീതിനോടും പറയും, ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ,
ഞാനങ്ങ് അന്റാർട്ടിക്കയിൽ എൻ്റെ അമ്മമ്മയ്ക്കൊരു അഡ്മിഷൻ എടുക്കാൻ പോയിരുന്നു എന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞ ആ വിവാദമായവനും വരും. എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മമ്മ പെറ്റ് കിടക്കുന്നു, അല്പം കോംപ്ലിക്കേറ്റഡാണ്, ഞാനവിടെ നിൽക്കണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ സമയത്തിന് വരാത്തതെന്ന് അവനും അടിക്കും. എല്ലാം വാതുറന്ന കള്ളങ്ങളെ പറയുള്ളതേ. അവിടെയാണ് തമിഴ്നാട്ടിൽ ജനിച്ചു പോയെങ്കിലും പാർത്ഥിപനും നമ്മുടെ ശിവകുമാർ സാറിൻ്റെ മകൻ സൂര്യയുമൊക്കെ വ്യത്യസ്തരാകുന്നത്. അത് കണ്ടു പഠിക്കണം ഈ നാറികൾ എന്ന് ഞാൻ പറയില്ല, കാരണം ഇവന്മാരെ പഠിക്കില്ല. എന്തായാലും പാർത്ഥിപനും സൂര്യയ്ക്കും ഒരു ബിഗ് സല്യൂട്ട്.